ചൂട് ചോറ് കണ്ടപ്പോൾ ഒരു കൊതി. ഇതുപോലെ ഉണക്കമുളക്, അതായത് വറ്റൽമുളക് ചുട്ടെടുത്തിട്ടുണ്ട്. ഗ്യാസേലോ അടുപ്പേലോ എങ്ങനെ വേണേലും ചുട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുമന്നുള്ളിയും കൂടി, ചെറിയ ഉള്ളി അതുകൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വലിപ്പമുള്ളതുകൊണ്ടാണ്. പിന്നെ അതേണ്ട 2-3 കറിവേപ്പില, അത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഇഞ്ചിയുടെ, എൻ്റെ കൈ കത്രിക ഉള്ളതുകൊണ്ട് അതിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ്. പിന്നെ അതിൻ്റെ ആവശ്യം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഉപ്പ്. അതിന് ശേഷം നമുക്ക് ഇത്രയും വലിപ്പത്തിൽ ഒരു പുളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അരഞ്ഞേ ഉള്ളൂ. അന്നേരത്തേന് ഞാൻ കുറച്ച് കാശ്മീരിയുടെ ഇട്ട് കൊടുത്തു. വേറെ ഒന്നിനല്ല, കുറച്ചൊരു നല്ലൊരു കളറോടെ കിട്ടും. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമ്മളെ ചൂട് ചോറ്, ആവി പറക്കുന്ന ചോറിൻ്റെ അകത്തോട്ട് ഇട്ടുണ്ടല്ലോ, കഴിക്കണം. എന്താ ടേസ്റ്റ്! അപ്പോൾ ആവി പറക്കുന്ന ചൂട് ചോറ് കണ്ടപ്പോഴത്തേനാണ് ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കാൻ തോന്നിയത്. ഇത് നമ്മുടെ അതിൻ്റെ കോമ്പിനേഷൻ നാരങ്ങ അച്ചാർ. ഇത് രണ്ടും മതി, നമ്മൾ പടപടേന്ന് കഴിച്ചു പോകും. അപ്പോൾ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വായിക്കടെ കപ്പൽ ഓടിക്കാൻ തോന്നുന്നുണ്ടോ? എന്നാൽ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.